നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മഞ്ഞുമൽ ബോയ്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഫെബ്രുവരിയിൽ ഇറങ്ങുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു സിനിമ. ചിദംബരം ജാനേമന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമ. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ, സൗബിൻ ചെറുപ്പക്കാരനെന്നാൽ പോലും ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ താർക്കാൻ പറ്റിയ വിഷയമാണ്. സൗബിനെ, ശ്രീനാഥ് വാസി, ഗണപതി, അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ. എല്ലാവരും പ്രതീക്ഷിക്കുന്നൊരു സിനിമയ്ക്ക് ഇപ്പോൾ ഇന്നാണ് തിയേറ്ററിൽ അഡ്വാൻസ് ബുക്ക് മൈ ഷോ ഒക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഗംഭീര അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. കാരണം അത്രയും ഹൈപ്പ് ആ സിനിമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രെയിലറായാലും ടീസറായാലും പാട്ടായാലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം സുഷീൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാണ് സുഷീൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുള്ളത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. നാളെ ആ സിനിമ റിലീസാണ്. അന്നേരം റെക്കോർഡ് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള റെക്കോർഡ് ബുക്കിങ്ങുമാണ്. നല്ലതായിരിക്കട്ടെ ഈ സിനിമ. കാരണം എല്ലാ സിനിമകളും നല്ലതാണെങ്കിൽ ഓടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പല ജോണറിലുള്ള സിനിമ. ഇപ്പം പ്രേമലു ഓടുമ്പം അതേപോലെ തന്നെ വ്യത്യസ്തമായ, വ്യത്യസ്തമായ പ്രമേയവും കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുന്നു. അന്നേരം ഇങ്ങനെ അന്വേഷിപ്പിൻ ഘട്ടത്തിൽ അത്യാവശ്യം കളക്ഷൻ നേടുന്നു. അന്നേരം സിനിമ എന്ന് പറയുന്നതിന് ആൾക്കാർ പ്രേക്ഷകർ കൈവിട്ടിട്ടില്ല. നല്ലത് കൊടുത്താൽ എപ്പോഴും ആൾക്കാർ തിയേറ്ററിൽ, അത് ഏത് നടൻ്റെയോ അല്ലെങ്കിൽ പുതുമുഖങ്ങളുടെ ആണെങ്കിലും നല്ല കണ്ടൻ്റ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഏറ്റെടുക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ സിനിമകളെല്ലാം. അതുപോലെ ആയിത്തീരട്ടെ മഞ്ഞുമൽ ബോയ്സും. നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. എല്ലാവരും കാണുക, അഭിപ്രായം പറയുക. എന്നിട്ട് നാളെ ആ സിനിമയുടെ റിവ്യൂ നമുക്ക് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. നല്ല സിനിമ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.